ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പുതിയ പ്രഭാതത്തിലേക്കും വചന സന്ദേശത്തിലേക്കും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരെയും സഹോദരങ്ങളെയും കൂടപ്പിറപ്പുകളെയും സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു. വടക്കേന്ത്യയുടെ ഒരു ഗ്രാമത്തിലായിരിക്കും ഞാനും എൻ്റെ ദൈവവേലകളെല്ലാം വളരെ സന്തോഷത്തോടെ ചെയ്യുവാൻ സ്വർഗം എനിക്കും തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് ഈ വടക്കേന്ത്യയുടെ ഓരോ ഗ്രാമങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഒറീസ, ബീഹാർ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, അമേൻ, യേശുവിന്റെ നാമത്തിൽ ജാർഖണ്ഡ്, അമേൻ, ഡൽഹി, ഈ പ്രദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങൾ ഞാൻ ഈ പ്രദേശങ്ങളിലാണ് സുവിശേഷ വേലയുമായി കടന്നു പോകുന്നത്. ഓരോ ഗ്രാമങ്ങൾ സന്ദർശിക്കുമ്പോൾ കിട്ടുന്ന ആ ദൈവിക സന്തോഷത്തെ പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. അവിടുത്തെ ജനത്തിനു വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി കൈകൂപ്പി പറയുകയാണ്. ദൈവം നിങ്ങളെയും നിങ്ങളുടെ സമസ്ത മേഖലകളെയും അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നമ്മളിൽ നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ എല്ലാ മേഖലകളെയും ഈ ദിവസങ്ങളിൽ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ. യാക്കോബിന്റെ ലേഖനത്തിനകത്ത് വളരെ വ്യക്തമായി പറയുന്നു, നാം വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. നമ്മുടെ ജീവിതത്തിൽ, ഈ ക്രിസ്തു ജീവിതത്തിൽ, ആമേൻ, ലോക ജീവിതത്തിൽ കഷ്ടതകൾ, നിന്ദകളും പഴികളും ദുഷികളും എല്ലാം ഉണ്ട്. ആമേൻ. യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ വിളിച്ചു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആമേൻ. ലോകം നിങ്ങളെ പകയ്ക്കും, ലോകം നിങ്ങളെ കൈചൂണ്ടും, ലോകം നിങ്ങളെ വെറുക്കും, ലോകം നിങ്ങളെ മാറ്റി നിർത്തും. ഈ ലോകക്കാർ സകല പേരും നിങ്ങളെ കൈവിടുന്നു മറന്നു കളയുമ്പോൾ ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല എന്ന് പറഞ്ഞ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഇതാ നാം വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, അവൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി അഭിഷിക്തന്മാരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ നേരിടുന്ന പല പരീക്ഷകളുണ്ട്. അവൻ കടഭാരം കാണും, നിന്ദാഭാരം കാണും, അവൻ ശുശ്രൂഷാഭാരം കാണും. വിളിച്ച ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു ഗതിയും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പരിതപിക്കുന്ന അവസ്ഥകൾ കാണും. പക്ഷേ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. നാം വിവിധ പരീക്ഷകളിൽ അകപ്പെടുന്നത് എന്തെന്നറിയുമോ? വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതിൽ അശേഷം സന്തോഷം എന്നുവീൻ. എന്തുകൊണ്ട് പരീക്ഷ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു? കാരണം ഞാൻ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവനും സമ്പൂർണനുമാകേണ്ടതിന്, ക്രിസ്തുവിൽ തികഞ്ഞവരായി മാറേണ്ടതിന്, ക്രിസ്തുവിൽ സമ്പൂർണമായി ആമേൻ നിൽക്കേണ്ടതിന്, മറ്റുള്ളവർക്ക് വെളിച്ചമായി, മറ്റുള്ളവർക്ക് ആമേൻ ആശ്വാസമായി, കരുതലായി നിൽക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പരീക്ഷണങ്ങൾ കടന്നു വരുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷയോടുകൂടെ തന്നെ അവൻ സകല വിധത്തിലുള്ള നീക്കുപോക്ക് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ ഈ വിശ്വാസ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആമേൻ സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് കുറ്റം പറയാതെ ആത്മാവിന്റെ ശക്തി പ്രാപിച്ച എൻ്റെ ദൈവമക്കളെ, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് വിളിച്ചു പറ, എന്റെ ദൈവം എന്നെ ചില പരീക്ഷണങ്ങൾ കടത്തിവിടുന്നത് എന്നെ തികഞ്ഞ ഒരു വ്യക്തിത്വമാക്കി മാറ്റുവാൻ, എന്നെ സമ്പൂർണ്ണമാക്കി മാറ്റുവാൻ, ഒന്നിനും കുറവില്ലാതെ ദൈവസന്നിധിയിൽ അവൻ ജയാളിയായി നിർത്തുവാനാണ് ദൈവം എന്നെ വിളിച്ചതും വേർതിരിച്ചതും. അങ്ങനത്തെ ഒരു ജയാളിയായ ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതത്തിൽ ഇന്ന് പകലിൽ ഉണ്ടാകുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അവർക്ക് വേണ്ടി ഞാൻ ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിന്റെ ആ ഉറപ്പ് എന്റെ പരീക്ഷണ ഘട്ടത്തിൽ ഞാൻ പ്രാപിച്ചെടുക്കും എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ജീസസ് ലവ്സ് യു. ഗോഡ് ബി വിത്ത് യു. വിശ്വാസത്തിന്റെ പരിശോധന നിന്നെ തികഞ്ഞ സമ്പൂർണമായ ഒരു ക്രിസ്തു പൈതലാക്കി മാറ്റും. ഗോഡ് ബ്ലെസ് യു.